ഇപ്പോൾ കോഴിക്കോട് DCC ഓഫീസിലേക്ക് ചാണ്ടി ഉമ്മൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്കിടെ ചാണ്ടി ഉമ്മൻ പ്രവീൺ അവിടെ ചാണ്ടി ഉമ്മനെ സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. വലിയ ശക്തമായ ഭാഷയിലൊക്കെയാണ് ചാണ്ടി ഉമ്മനെതിരെ ഇന്ന് നേരത്തെ പ്രവീൺ കുമാർ പ്രതികരിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇരുവരും കൂടിക്കാണുന്നു. മാത്രമല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ ഏറ്റിരുന്നത് രമ്യ ഹരിദാസ് ആണ് എന്ന് ചാണ്ടി ഉമ്മൻ വിശദീകരിച്ചിരുന്നു. രമ്യ ഹരിദാസും ഇപ്പോൾ ഇവർക്കൊപ്പം അവിടെയുണ്ട്. അവരിപ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം എന്തായാലും അത് പാർട്ടിയിൽ തീർക്കും എന്നാണ് ചാണ്ടി ഉമ്മൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷം നേരെ പാർട്ടി ഓഫീസിലേക്ക് തന്നെ DCC ഓഫീസിലേക്ക് തന്നെ ചാണ്ടി ഉമ്മൻ എത്തുകയായിരുന്നു. ടി സിദ്ദിഖ്, ഷാഫി പറമ്പിൽ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഈ പ്രശ്നത്തിലൊരു ഇത്തരത്തിലൊരു കൺഫ്യൂഷനും ഇത്തരത്തിലൊരു പ്രശ്നത്തിനും കാരണമായത് എന്ന ആരോപണം കൂടി ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. റമീസ്, ഈ അവിടുത്തെ പ്രാദേശിക നേതാവായ യൂത്ത് കോൺഗ്രസ് നേതാവായ റമീസ് പരസ്യമായി തന്നെ ചാണ്ടി ഉമ്മനെതിരെ പ്രതികരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ DCC ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശക്തമായി കോൺഗ്രസിൻ്റെ വേദികളിൽ സജീവമായി പ്രചാരണ രംഗത്തൊക്കെ വളരെ സജീവമായി നിൽക്കുന്നയാളാണ്. സ്വന്തമായ രീതിയിൽ അദ്ദേഹം പ്രചാരണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിനിടയ്ക്ക് സമാന്തരമായി ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ സഖ്യത്തിനെതിരെ പൊതുവായി എ ഗ്രൂപ്പിൻ്റെതായ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. ആ മുന്നേറ്റത്തിന് പിന്നിൽ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരാണ് എന്നുള്ള വാർത്തയും നേരത്തെയൊക്കെ പുറത്തു വന്നതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചുണ്ടാകുന്നത് എന്നതുകൂടി ഓർക്കണം. രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രതീഷ്, എന്താണ് ഇപ്പോൾ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ എന്ന നിലയ്ക്ക് വേണോ കാണാൻ, അതോ ഇത് നേരിട്ട് തന്നെ പറഞ്ഞ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് തീരുമാനിച്ച് ചാണ്ടി ഉമ്മൻ എത്തിയതാണോ? ഹർഷൻ, അങ്ങനെ വേണം ഒരു തരത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ വലിയ തർക്കവിഷയമായി മാറി ഈ ചാണ്ടി ഉമ്മൻ്റെ അസാന്നിധ്യം ഉദ്ഘാടനത്തിന്. അത് വലിയ പ്രതിഷേധമായി. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി DCC പ്രസിഡന്റ് തന്നെ ചാണ്ടി ഉമ്മനെ വിളിച്ച് എന്താണ് കാരണം നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തണം എന്ന് തന്നെ ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിൻ്റെ നേരിട്ട് കാണാൻ അങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ എത്തുന്നത്. ഞങ്ങൾ പാർട്ടിയിൽ തീർത്തോളാം എന്നാണ് നേരത്തെ ഈ പ്രവീൺ കുമാറിൻ്റെ ചോദ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അതുപ്രകാരമാണോ ഈ പാർട്ടി തന്നെ തീർത്തോളാം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ DCCയിൽ എത്തിയിട്ടുള്ളത്. പ്രവീൺ കുമാർ നേരത്തെയും പറഞ്ഞത് താൻ ആവശ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അത് നേരിട്ട് വന്ന് സംസാരിക്കണം എന്ന് തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വരുമെന്നാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞിരുന്നു പ്രവീൺ കുമാർ. അതിനെ തുടർന്നാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ DCC പ്രസിഡന്റ് ഓഫീസിലെത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവർ പ്രസിഡന്റിന്റെ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. വിഭാഗീയതയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായത് ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷേപമാണ് മറുവിഭാഗം ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞത് ഒരാഴ്ച മുമ്പ് തന്നെ ഇദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. എന്നിട്ടും അത്തരത്തിൽ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ദൗർഭാഗ്യകരമാണ്. അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട് എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് താനല്ല ഉദ്ഘാടകനായി നിശ്ചയിച്ചത്, തന്നെയല്ല രമ്യ ഹരിദാസിനെയാണ് നിശ്ചയിച്ചത്. താൻ നേരം വൈകി ഉറങ്ങിപ്പോയി എന്നുള്ള നിസ്സാര കാരണങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും ഈ ന്യായീകരണമല്ല എന്ന തരത്തിൽ തന്നെയാണ് DCC പ്രസിഡന്റും വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചത്. തുടർന്നാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ DCC പ്രസിഡന്റ് നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എത്തുന്നത്. വലിയ വിഭാഗീയതയുണ്ടെന്ന ആക്ഷേപം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നടന്നത് എന്നതും ശക്തമാണ്. കോൺഗ്രസിലെ കോഴിക്കോടിലെ തന്നെ വിഭാഗീയത എന്ന് തെളിയിക്കുന്ന സന്ദർഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നാടകീയ രംഗങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ചാണ്ടി ഉമ്മൻ പറയുന്നത് അപ്പാടെ നിഷേധിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ രംഗത്ത് വരുന്നു. DCC പ്രസിഡന്റ് വലിയ തരത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ചാണ്ടി ഉമ്മനോട് ആവശ്യപ്പെടുന്നു. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ DCC ഓഫീസിൽ ചാണ്ടി ഉമ്മൻ നേരിട്ടെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചർച്ചകൾക്ക് ശേഷം സ്വാഭാവികമായും ചാണ്ടി ഉമ്മനും DCC പ്രസിഡന്റും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. വലിയ പ്രതിഷേധത്തിലാണ് കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറയേണ്ടതുണ്ട്. ഹർഷൻ.